ക്വസ്റ്റ്യൻ ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദം. ഓപ്ഷൻസ് എ ചിനൂക്ക്, ഓപ്ഷൻ ബി ഹർമാറ്റൻ, ഓപ്ഷൻ സി ഫൊൻ, ഓപ്ഷൻ ഡി ലു. ആൻസർ ഓപ്ഷൻ സി ഫൊൻ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൻ. യൂറോപ്പിൽ മുന്തിരിക്കൃഷിക്ക് സഹായകമാകുന്ന പ്രാദേശികവാതം ഫൊൻ. തെക്കുകിഴക്കൻ സ്പെയിനിലെ ഹേമന്തകാലത്ത് അനുഭവപ്പെടുന്ന അതിശൈത്യമായ പ്രാദേശികവാതം മിസ്ട്രൽ. ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റാണ് മിസ്ട്രൽ. അതുപോലെ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റ് ചിനൂക്ക്. ക്വസ്റ്റ്യൻ 45D/10 എന്ന ധരാതലീയ ഭൂപടത്തിൻ്റെ നമ്പറിൽ ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മില്യൺ ഷീറ്റ്, ഓപ്ഷൻ ബി ഡിഗ്രി ഷീറ്റ്, ഓപ്ഷൻ സി മിനിറ്റ്, ഓപ്ഷൻ ഡി കോണ്ടൂർ രേഖ. ആൻസർ ഓപ്ഷൻ ബി ഡിഗ്രി ഷീറ്റ്. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങൾ. ഉദാഹരണം കഡസ്ട്രൽ ഭൂപടം, ധാരാതലീയ ഭൂപടം. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. ഗ്രാമഭൂപടങ്ങൾ കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ധാരാതലീയ ഭൂപടങ്ങൾ. ക്വസ്റ്റ്യൻ അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1. ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസറാണ്. 2. പാർലമെൻറ്റിലെ അംഗമല്ലെങ്കിൽ പോലും പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയും. 3. രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. 4. പാർലമെൻറ്റിലെ അംഗമല്ലാത്തതിനാൽ പാർലമെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇല്ല. ഓപ്ഷൻസ് എ 2 മാത്രം, ഓപ്ഷൻ ബി 4 മാത്രം, ഓപ്ഷൻ സി 1 2, ഓപ്ഷൻ ഡി 3 4. ആൻസർ ഓപ്ഷൻ ബി 4 മാത്രം. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് പാർലമെൻറ്റിലെ അംഗമല്ലാത്തതിനാൽ പാർലമെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്ന ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ MC സെതൽവാദ്. ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസർ സോളിസിറ്റർ ജനറൽ. അതുപോലെ അറ്റോർണി ജനറലിനെ നിയമകാര്യങ്ങളിൽ സഹായിക്കുക എന്നതാണ് സോളിസിറ്റർ ജനറലിൻ്റെ ചുമതല. ക്വസ്റ്റ്യൻ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെ പോരാടും. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻസ് എ വോൾട്ടയർ, ഓപ്ഷൻ ബി ഗാന്ധി, ഓപ്ഷൻ സി നെഹ്റു, ഓപ്ഷൻ ഡി ഭഗത് സിംഗ്. ആൻസർ ഓപ്ഷൻ എ വോൾട്ടയർ. റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ്. അടുത്തത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. ആരുടെ വാക്കുകളാണിത്? ജോൺ ആദംസ്. അടുത്തത് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയത് റൂസോ. ക്വസ്റ്റ്യൻ ധനബില്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1. രാജ്യസഭയ്ക്കാണ് കൂടുതൽ അധികാരം. 2. ലോകസഭയ്ക്കാണ് കൂടുതൽ അധികാരം. 3. ഇരുസഭകൾക്കും തുല്യ അധികാരമുണ്ട്. 4. ധനബില്ലുകളിൽ അന്തിമ അധികാരം ലോകസഭാ സ്പീക്കറുടേതാണ്. ഓപ്ഷൻസ്
എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 2, 4. ആൻസർ ഓപ്ഷൻ ഡി 2, 4. ധനബില്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ലോകസഭയ്ക്കാണ് കൂടുതൽ അധികാരം. അതുപോലെ ധനബില്ലുകളിൽ അന്തിമ അധികാരം ലോകസഭാ സ്പീക്കറുടേതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നോക്കാം. രാഷ്ട്രപതിയുടെ അനുമതിയോടെ മണി ബിൽ ലോകസഭയിൽ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. രാഷ്ട്രപതിയുടെ അനുമതിയോടെ മണി ബിൽ ലോകസഭയിൽ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. മണി ബിൽ അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ലോകസഭ മണി ബിൽ പാസാക്കിയാൽ അത് രാജ്യസഭയ്ക്ക് അയച്ചു കൊടുക്കുകയും 14 ദിവസത്തിനകം ബില്ലിന് അനുമതി നൽകി തിരികെ നൽകണം. രാജ്യസഭ അനുമതി നൽകിയില്ലെങ്കിലും ആ ബില്ല് പാസാക്കിയതായി കണക്കാക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്ര എന്നതിൻ്റെ പൂർണ്ണ രൂപം ഏത്? COPRA. ഫസ്റ്റ് വൺ കൗൺസിൽ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഏജ്ഡ്. 2 കോവിഡ് പ്രൊട്ടക്ഷൻ ഏരിയ. 3 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. 4 കോപ്പറേറ്റീവ് പ്ലാൻ ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് അബാൻഡൻഡ്. ആൻസർ ഓപ്ഷൻ സി 3, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കോപ്ര കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇതുമായി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനം സ്ഥാപിതമാവുകയും ചെയ്യുന്നതിന് കാരണമായ നിയമം 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം 1985. ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986 ഡിസംബർ 24. ക്വസ്റ്റ്യൻ. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1 ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3 കോടതി നടപടികളിലൂടെ നേടിയെടുക്കാൻ കഴിയും. 4 ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. ഓപ്ഷൻസ് എ 1, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, 4, ഓപ്ഷൻ ഡി 2, 3. ആൻസർ ഓപ്ഷൻ ഡി 2, 3. അപ്പോൾ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ കോടതി നടപടികളിലൂടെ നേടിയെടുക്കാൻ കഴിയും.